ലോകരക്ഷിതാവായി ഈ ഭൂമിയിൽ അവതരിച്ച നിസ്തുലനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം ക്രൈസ്റ്റ് ഗൈഡിംഗ് ലൈറ്റ് ഓഫ് ഹോപ്പ് അഥവാ ക്രിസ്തു പ്രത്യാശയുടെ വഴികാട്ടി എന്നുള്ളതാണ്. ക്രിസ്മസ് എന്നത് ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതിൻ്റെ ആഘോഷമാണ്. വേദപുസ്തകത്തിലെ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്ക്, അതായത് മലാക്കി പ്രവാചകൻ്റെയും യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തിനും ഇടയിൽ ഒരു കാലഘട്ടമുണ്ട്. അതിനെ ഇൻ്റർ ടെസ്റ്റമെൻ്റൽ പീരീഡ് എന്നാണ് വിളിക്കുന്നത്. ഏകദേശം 400 വർഷത്തോളം നീണ്ട ഒരു കാലഘട്ടമാണിത്. ഇതിന് നിശബ്ദ കാലഘട്ടം അഥവാ സൈലൻ്റ് ഇയേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. കാരണം യാതൊരു പ്രവചന ശബ്ദവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണിത്. ധാരാളം സാമൂഹികവും രാഷ്ട്രീയപരമായ മാറ്റങ്ങൾക്ക് ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആക്രമണം, ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ വ്യാപനം, അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണശേഷം യഹൂദിയ ഈജിപ്ഷ്യൻ പാരമ്പര്യമുള്ള ടോളമി, സിറിയ പാരമ്പര്യമുള്ള സെലൂസിഡ്സ് എന്നിവരുടെ ഭരണത്തിന് വഴിമാറിയത്, ഇതിനെതിരെയുള്ള മക്കബായരുടെ പ്രക്ഷോഭം, തുടർന്നുള്ള റോമൻ അധിനിവേശം എന്നിവയ്ക്കെല്ലാം ഇൻ്റർ ടെസ്റ്റമെൻ്റൽ പീരീഡ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. യഹൂദ മതത്തിനുള്ളിൽ തന്നെ വിവിധ ഗ്രൂപ്പുകളായ പരീശന്മാർ, സദൂക്യർ, എസ്സീനുകൾ, സീലട്ടുകൾ എന്നിവയെല്ലാം രൂപപ്പെട്ടതും വിവിധ തരത്തിലുള്ള പഴയ നിയമ പുസ്തകങ്ങളുടെ വ്യാഖ്യാനവും രൂപപ്പെട്ടതും ഇക്കാലത്താണ്. വിദേശ അധിനിവേശങ്ങളിൽ നിന്ന് തങ്ങൾ വിടുവിക്കപ്പെടുന്നതിനായി മശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷകളും കാത്തിരിപ്പും ഈ കാലഘട്ടത്തിൽ ശക്തമായി. ഇങ്ങനെയുള്ള നിരാശാഭരിതവും അനീതിയും അക്രമവും അനിശ്ചിതത്വവും നിറഞ്ഞ ഒരു ലോക അന്തരീക്ഷത്തിലാണ് യേശുവിൻ്റെ ജനനം സംഭവിച്ചത്. ഇന്നും ഇപ്രകാരം അസമാധാനവും അസന്തോഷവും അനീതിയും കൊടികുത്തി വാഴുന്ന ഇടങ്ങളിലാണ് ക്രിസ്മസ് കൂടുതൽ പ്രസക്തിയുള്ളതാകുന്നത്. ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന യാഥാർത്ഥ്യം ദൈവം മനുഷ്യനെ കൈവിടുകയില്ല എന്നതാണ്. എങ്ങനെയാണ് ക്രിസ്മസ് പ്രത്യാശയിലേക്ക് വ്യക്തികളെയും സമൂഹങ്ങളെയും നയിക്കുന്നതെന്ന് നൽകപ്പെട്ട പാഠഭാഗങ്ങളെ ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്ത ക്രിസ്തു ഇരുട്ടിൽ തെളിയുന്ന പ്രകാശമാണ്. ക്രിസ്തു ഇരുട്ടിൽ തെളിയുന്ന പ്രകാശമാണ്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ യെശയ്യാ പ്രവാചകൻ അടിമത്തത്തിലും ഭീതിയിലും നിരാശയിലും കഴിഞ്ഞിരുന്ന ഇസ്രായേൽ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സെബുലൂൻ്റെയും നഫ്താലിയുടെയും ദേശങ്ങൾ അശൂർ സൈന്യയുടെ കീഴിൽ BC 734 BC 732 പീഡിപ്പിക്കപ്പെട്ടു. BC 722 ഇസ്രായേൽ രാജ്യം മുഴുവനായി നശിപ്പിക്കപ്പെട്ടു. അത്തരമൊരു അന്തരീക്ഷത്തിലാണ് ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നത്. ഇപ്രകാരം മശിഹ എന്നത് ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ആ വ്യക്തിയെക്കുറിച്ച് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടുമെന്നും 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണുന്നു. ഇത് വിദേശ ആധിപത്യങ്ങളെ നീക്കി ഇസ്രായേൽ രാജ്യം യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ഭരണാധികാരിയെക്കുറിച്ചാണ് പറയുന്നത്. ഇതായിരുന്നു മശിഹായെക്കുറിച്ചുണ്ടായിരുന്ന പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അന്ധകാരത്തിൻ്റെ അവസ്ഥകൾ ഒരിക്കലും ഒരവസാനമല്ല എന്നുള്ളതാണ്. കഷ്ടതയുടെയും നിരാശയുടെയും ആധിക്യമുള്ള ഇടങ്ങളിൽ ദൈവിക വാഗ്ദത്തങ്ങളും പ്രവചനങ്ങളും നമുക്ക് ശക്തി പകർന്നു നൽകുന്നു. ക്രിസ്തു എന്ന വാക്കിൻ്റെ എബ്രായ പദമാണ് മശിഹ. യേശു എന്ന മശിഹ ജനിച്ചത് കൊട്ടാരത്തിലല്ല, സാധാരണക്കാരുടെ ഇടയിലാണ്. അവരാണ് അനീതിയുടെ പരിണത ഫലങ്ങൾ ഏറ്റവും കൂടുതലായി അനുഭവിക്കുന്ന സമൂഹം. ഇന്നും ദുഃഖത്തിലും നിരാശയിലും സാമ്പത്തിക പ്രയാസങ്ങളിലും ബന്ധങ്ങളുടെ തകർച്ചയിലും സാമൂഹിക അവഗണനയിലുമൊക്കെ നിരാശപ്പെടുന്ന വ്യക്തികൾക്കും സമൂഹത്തിനും ക്രിസ്മസ് പ്രത്യാശ പകർന്നു നൽകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അവസ്ഥകളെ നീക്കി പ്രകാശം ചൊരിയുവാൻ ദൈവം മതിയായവനാണ്. രണ്ടാമത്തെ ചിന്ത ക്രിസ്തു ദൈവത്തിൻ്റെ കരുണയുടെ മൂർത്തിഭാവമാണ്. ക്രിസ്തു ദൈവത്തിൻ്റെ കരുണയുടെ മൂർത്തിഭാവമാണ്. തീത്തോസ് 3-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്മസ് ദൈവകരുണയുടെ പ്രകടനമാണ് എന്നുള്ളതാണ്. മനുഷ്യൻ്റെ സൽപ്രവൃത്തികൾ കൊണ്ടോ മതപരമായ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ ഒരിക്കലും രക്ഷ നേടാൻ സാധിക്കുകയില്ല. അത് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രം ലഭ്യമാകുന്ന ഒന്നാണ്. മനുഷ്യനെ നാശത്തിലേക്ക് തള്ളിവിടാതെ രക്ഷിക്കുവാനും പുതുക്കുവാനും പുനഃസ്ഥാപിക്കുവാനുമാണ് യേശു മനുഷ്യാവതാരമെടുത്ത് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്.
ഇപ്രകാരം ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നമുക്ക് നീതീകരണം ലഭിച്ച് നാം നിത്യജീവന്റെ അവകാശികളായി തീർന്നിരിക്കുന്നത്. പുനർജന്മ സ്നാനം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഭൗതിക സ്നാനമല്ല, ആന്തരിക രൂപാന്തരമാണ്. ഇത് സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. താഴ്ചയുടെ അവസ്ഥയിൽ നമുക്ക് പ്രത്യാശ പകർന്നു നൽകുന്നത് ദൈവവചനമാണ്. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ, പാപത്തിൻ്റെ അവസ്ഥകൾ, ബലഹീനതകൾ എന്നിവയെല്ലാം ഓർത്ത് നാം നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അളവില്ലാതെ നമ്മുടെ മേൽ ചൊരിയപ്പെടുന്ന ദൈവിക കരുണയാണ്. അതുകൊണ്ട് നമ്മുടെ കുറ്റബോധവും ഭീതിയും എല്ലാം മാറ്റി ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവിക കരുണ കൊണ്ട് മാത്രമാണ്. അങ്ങനെ നാം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരും അംഗീകരിക്കപ്പെടുന്നവരും നിത്യരാജ്യത്തിന് അവകാശികളുമായി മാറുന്നു. മൂന്നാമത്തെ ചിന്ത, ക്രിസ്തു എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും പ്രത്യാശ പകർന്നു നൽകുന്നു. ക്രിസ്തു എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും പ്രത്യാശ പകർന്നു നൽകുന്നു. മത്തായി 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ മശിഹായുടെ ജനത്തെ മനസ്സിലാക്കി അവനെ നമസ്കരിക്കുവാൻ അന്വേഷിച്ചു വരുന്ന വിദ്വാൻമാരെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. വിദ്വാൻമാർ പൗരസ്ത്യ ദേശത്തെ ജ്ഞാനികളായിരുന്നു. അവർ ഒരുപക്ഷെ ശാസ്ത്രജ്ഞന്മാരോ ജ്യോത്സ്യന്മാരോ ഒക്കെ ആയിരുന്നിരിക്കാം. വിദ്വാൻമാർ കടന്നു വന്നത് പേർഷ്യയുടെയോ ബാബിലോണിൻ്റെയോ പ്രദേശത്തു നിന്നായിരിക്കാം. ഇത് സൂചിപ്പിക്കുന്നത് മശിഹ ജനിച്ചത് ഇസ്രായേൽ ജനത്തെ മാത്രം വീണ്ടെടുക്കുവാനല്ല, സകല ദേശത്തിലും മതങ്ങളിലും വിഭാഗങ്ങളിലും പെട്ട ആളുകളെയും കൂടി രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുവാനാണ്. വിദ്വാൻമാർ യഹൂദന്മാരുടെ പഴയ നിയമ വാഗ്ദത്തത്തെക്കുറിച്ച് അറിവുള്ളവരായിരുന്നിരിക്കണം. ക്രിസ്തുവിൻ്റെ ജനനസമയത്ത് ആകാശത്ത് തെളിഞ്ഞ നക്ഷത്രം എങ്ങനെയുള്ളതാണ് എന്ന് വ്യക്തമായി ഇവിടെ പറയുന്നില്ല. എന്നാൽ അത് ചലിക്കുവാനും നിൽക്കുവാനും കഴിവുള്ള ഒന്നായിരുന്നു. വിദ്വാൻമാർക്ക് വഴികാട്ടുവാനായി ദൈവം അവർക്ക് നക്ഷത്രത്തെ നൽകിയെങ്കിലും അവരുടെ മുൻവിധികളാണ് അവരെ യെരുശലേമിലേക്കും ഹെരോദ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കും നയിച്ചത്. ഹെരോദ രാജാവ് റോമ ചക്രവർത്തിയുടെ കീഴിൽ നിയമിക്കപ്പെട്ട ഒരു പ്രാദേശിക ഭരണാധികാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ മശിഹായുടെ വരവ് തനിക്ക് ഭീഷണിയാകുമെന്ന് ഹെരോദാവ് ചിന്തിച്ചു. അദ്ദേഹം യഹൂദ മതപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും കൂട്ടിവരുത്തി മശിഹായുടെ ജനന സ്ഥലത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു. മീഖ 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരുന്ന പ്രവചനപ്രകാരം മശിഹ ബെത്ലഹേമിലാണ് ജനിക്കുന്നത് എന്ന് അവർ അറിയിക്കുന്നു. തുടർന്ന് വിദ്വാൻമാർ നക്ഷത്രത്തെ പിന്തുടർന്ന് ബെത്ലഹേമിൽ എത്തുകയും യേശുവിനെ കണ്ട് നമസ്കരിക്കുകയും പൊന്നും മൂരും കുന്തിരുക്കവും കാഴ്ചവെക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ദൈവനിർദ്ദേശപ്രകാരം ഹെരോദ രാജാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകാതെ മറ്റൊരു വഴിയായി തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങിപ്പോകുന്നു. ദൈവത്തിൻ്റെ രക്ഷയും വീണ്ടെടുപ്പും എല്ലാവർക്കും ഉള്ളതാണ്. അതിന് ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസങ്ങളില്ല. ഇത് നമുക്ക് പ്രത്യാശ പകരുന്ന ഒന്നാണ്. ഈ പ്രത്യാശയുടെ അനുഭവമാണ് ക്രിസ്മസിലൂടെ ദൈവം നമുക്ക് നൽകി തരുന്നത്. നാം ജീവിക്കുന്ന ലോക അന്തരീക്ഷം പലപ്പോഴും കലുഷിതമാകാറുണ്ട്. നമ്മുടെ അനുദിന ജീവിതഗതികളും നാം ആഗ്രഹിച്ച പ്രകാരമാകണമെന്നില്ല. നിരാശയും ഭീതിയും ഒക്കെ നമ്മെ വലയ്ക്കുന്നുണ്ടാകാം. ഇത്തരം അന്ധകാര സമാനമായ അവസ്ഥയിൽ ക്രിസ്മസ് നമുക്ക് പ്രത്യാശ പകർന്നു നൽകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും നമ്മെ വിടുവിക്കുവാനും രക്ഷയുടെയും നിത്യജീവൻ്റെയും അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുവാനും അവൻ മതിയായവനാണ്. അതോടൊപ്പം ക്രിസ്തുവിൻ്റെ രക്ഷയും വീണ്ടെടുപ്പും സകല മാനവരാശിക്കുമുള്ളതാണ് എന്ന് വിദ്വാൻമാരുടെ സന്ദർശനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിനും പ്രത്യാശ പകർന്നു നൽകുവാൻ ഇടയാകണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.